നമസ്കാരം. ഇത്തവണ IPL കിരീട പ്രതീക്ഷയിൽ ഏറ്റവും മുൻപന്തിയിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. കഴിഞ്ഞ സീസണിൽ ഏറ്റവും പരിതാപകരമായ പ്രകടനത്തോടെ ചിത്രത്തിൽ നിന്ന് നേരത്തെ തന്നെ തെറിച്ച ചെന്നൈ എല്ലാ അടവുകളും പയറ്റിയാണ് ഇക്കുറി എത്തുന്നത്. പോരാടാൻ പുതിയ വമ്പന്മാരെയും അവർ കൂട്ടിയിട്ടുണ്ട്. സഞ്ജു സാംസൺ തന്നെയാണ് അതിൽ പ്രധാനി. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസൺ ആരംഭിക്കാനിരിക്കെ എല്ലാവരുടെയും ശ്രദ്ധയും സഞ്ജു സാംസണിലേക്ക് തന്നെയാണ്. രാജസ്ഥാൻ റോയൽസ് വിട്ട ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയ സഞ്ജു സാംസണ് എത്രത്തോളം മികവ് കാട്ടാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. T20 ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതാണ് സഞ്ജു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളും അതോടൊപ്പം തന്നെ സമ്മർദ്ദങ്ങളും സഞ്ജുവിന്മേൽ ഉണ്ട്. T20 ഫോർമാറ്റിലെ അവസാന 3 മത്സരത്തിലും തകർപ്പൻ അർദ്ധ സെഞ്ചുറി നേടിയ സഞ്ജു സാംസൺ CSKയ്ക്കൊപ്പവും ഇതേ മികവ് ആവർത്തിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. സഞ്ജുവിനെ ധോണിയുടെ പിൻഗാമിയായിട്ടാണ് CSK കാണുന്നതെന്ന് നിസ്സംശയം പറയാം. വമ്പൻ പ്രകടനത്തോടെ CSK ടീമിലെത്തിച്ച സഞ്ജു ഇത്തവണ പരമാവധി 6കൾ നേടുമെന്ന് ആരാധകർക്ക് ഉറപ്പും നൽകി കഴിഞ്ഞു. മഞ്ഞ ജേഴ്സിയിൽ സഞ്ജുവിന്റെ പ്രധാന എതിരാളി ഇത്തവണ സ്വന്തം ടീമിൽ കളിക്കുന്ന സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണി തന്നെയാണ്. CSKയ്ക്കൊപ്പം സഞ്ജു അരങ്ങേറുന്ന സീസണിൽ തന്നെ MS ധോണിയുടെ ചില വമ്പൻ റെക്കോർഡുകൾ തകർക്കാൻ സാധ്യതയുണ്ട് സഞ്ജു. ഇത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. IPLൽ ഇതുവരെ സെഞ്ചുറി നേടാൻ മഹേന്ദ്ര സിംഗ് ധോണിക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ സഞ്ജു സാംസന്റെ പേരിൽ 3 IPL സെഞ്ചുറികളാണ് ഉള്ളത്. ഇത്തവണ CSKയ്ക്കൊപ്പം സെഞ്ചുറി പ്രകടനം നടത്താനായാൽ ചെന്നൈക്കായി സെഞ്ചുറി നേടുന്ന ആദ്യ വിക്കറ്റ് കീപ്പർ ആയി മാറാനും സഞ്ജുവിന് സാധിക്കും. സഞ്ജുവിന്റെ സമീപകാലത്തെ പ്രകടനങ്ങൾ നോക്കുമ്പോൾ പ്രതീക്ഷ വാനോളമുണ്ട്. T20 ലോകകപ്പിലെ ഇതേ മികവ് തുടർന്നാൽ സഞ്ജുവിന് CSK ജേഴ്സിയിൽ സെഞ്ചുറി പ്രയാസമാകില്ല. T20 ലോകകപ്പിൽ ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ സഞ്ജു ഭേദപ്പെട്ട പ്രകടനവും കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെപ്പോക്ക് സഞ്ജുവിനെ കൈവടിയാൻ സാധ്യതയില്ല. IPLൽ CSK വിക്കറ്റ് കീപ്പറുടെ ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് തിരുത്താനുള്ള അവസരമാണ് സഞ്ജുവിന് മുന്നിൽ ഇക്കുറി ഉള്ളത്. പുറത്താകാതെ 84 റൺസ് നേടിയതാണ് CSK ജേഴ്സിയിലെ ധോണിയുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത പ്രകടനം. ഇതിനെ മറികടക്കാൻ സഞ്ജുവിന് സാധിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. തുടർച്ചയായി അർദ്ധ സെഞ്ചുറി പ്രകടനങ്ങൾ നടത്തുന്ന സഞ്ജു അവസാന 3 മത്സരത്തിലും 80-ന് മുകളിൽ റൺസാണ് നേടിയിട്ടുള്ളത്. മികച്ച തുടക്കം ലഭിച്ചാൽ വലിയ സ്കോറിലേക്ക് എത്താൻ സഞ്ജുവിന് ശേഷിയുമുണ്ട്. മധ്യ ഓവറുകളിൽ സ്പിന്നർമാരെ അടക്കം കടന്നാക്രമിച്ച് കളിക്കാനും സഞ്ജുവിന് അസാമാന്യ കഴിവാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ധോണിയുടെ ഈ റെക്കോർഡിനെ ആദ്യ സീസണിലൂടെ തന്നെ സഞ്ജു മറികടക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ധോണി ഒരു IPL ഇന്നിങ്സിൽ നേടിയ കൂടുതൽ സിക്സർ 7ആണ്. സഞ്ജു ഈ റെക്കോർഡിനെയും അനായാസം മറികടന്നേക്കും. സഞ്ജു 6കൾ നേടാൻ ഇഷ്ടപ്പെടുന്ന ഒരു താരം കൂടിയാണ്. തന്റെ കൈക്കരുത്തിനെ നന്നായി പ്രയോജനപ്പെടുത്തുന്ന സഞ്ജുവിന് ചെപ്പോക്കിൽ നിരവധി 6കൾ നേടാൻ സാധിക്കുമെന്ന ക്രിക്കറ്റ് നിരീക്ഷകരും ഇതിനോടകം തന്നെ വിലയിരുത്തി കഴിഞ്ഞു. ധോണിയുടെ ഈ 6 റെക്കോർഡിനെ സഞ്ജു മറികടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാം. എന്നാൽ ധോണിയുടെ വിക്കറ്റ് കീപ്പർ റെക്കോർഡുകളെ മറികടക്കുക സഞ്ജുവിന് അത്ര എളുപ്പമാകില്ല. ഈ സീസണിൽ ധോണി തന്നെ വിക്കറ്റ് കീപ്പറായി തുടരാൻ തന്നെയാണ് സാധ്യത. ഈ സീസണോടെ ധോണി വിരമിച്ചാൽ പിന്നീട് സഞ്ജു തന്നെയാകും CSKയുടെ പ്രധാന വിക്കറ്റ് കീപ്പറും. എന്തായാലും സഞ്ജുവിൽ വലിയ പ്രതീക്ഷയാണ് ഇത്തവണ എല്ലാവർക്കും ഉള്ളത്. കിട്ടുന്ന ഹൈപ്പിനൊത്ത പ്രകടനം കാഴ്ചവെക്കാനായില്ല എങ്കിൽ തന്നെ താലോലിച്ചവർ തന്നെ തള്ളി താഴെയിടുമെന്ന ബോധ്യവും സഞ്ജുവിനുണ്ട്.